എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 6. വേർപിരിയലിന്റെ കയ്പ്. പൂരപ്പറമ്പിലെ വെളിച്ചമണഞ്ഞത് വെറുമൊരു ആഘോഷത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് ആകാശും മീരയും കെട്ടിപ്പടുത്ത സ്വപ്നലോകത്തിനുമേൽ വീണ ഇരുട്ടായിരുന്നു. ആ രാത്രിയിലെ ആൽമരച്ചുവട്ടിലെ കൂടിക്കാഴ്ച ഇത്ര വലിയൊരു വിപത്തായി മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരു ഗ്രാമത്തിലെ പ്രണയം എന്നത് വെറുമൊരു വ്യക്തിപരമായ കാര്യമല്ല, അത് കുടുംബത്തിന്റെ അന്തസ് എന്ന തുലാസിലാണ് തൂക്കിക്കൊണ്ടിരുന്നത്. അടുത്ത ദിവസം രാവിലെ ശ്രീനിലയം തറവാട്ടിലെ അന്തരീക്ഷം പതിവിലും വിപരീതമായി നിശബ്ദമായിരുന്നു. സാധാരണയായി ഉച്ചത്തിൽ റേഡിയോ കേൾക്കുന്ന ലക്ഷ്മിയമ്മയോട് തമാശ പറയുന്ന മുത്തച്ഛൻ ഇന്ന് തന്റെ ചാരുകസേരയിൽ ഗൗരവത്തോടെ ഇരിക്കുകയാണ്. പത്രം മടക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ആകാശ് കുളി കഴിഞ്ഞു ഉമ്മറത്തെത്തിയപ്പോൾ മുത്തച്ഛന്റെ ആ നോട്ടം അവനെ തളർത്തിക്കളഞ്ഞു. "ആകാശേ, നീ ഇന്നലെ പൂരപ്പറമ്പിൽ എവിടെയായിരുന്നു?" മുത്തച്ഛന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിൽ ഒരു ഇടിമുഴക്കം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാൻ പന്തലിന് ചുറ്റുമുണ്ടായിരുന്നു മുത്തച്ഛ," ആകാശ് വിക്കലോടെ പറഞ്ഞു. അവന്റെ ഉള്ളിൽ ഒരു തീ പടർന്നു. "കള്ളം പറയരുത്. വാസു മെമ്പർ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. അവന്റെ കൂടെയുള്ള കുമാരൻ നിങ്ങളെ ആൽമരച്ചുവട്ടിൽ കണ്ടത്രേ. ആ പെൺകുട്ടി മീര, അവളോടൊപ്പമല്ലേ നീ ഉണ്ടായിരുന്നത്?" മുത്തച്ഛൻ എഴുന്നേറ്റ് നിന്ന് അവനെ രൂക്ഷമായി നോക്കി. ആകാശം മിണ്ടിയില്ല. അവന്റെ മൗനം ഒരു കുറ്റസമ്മതമായിരുന്നു. "എടാ, നീ നഗരത്തിൽ പഠിക്കുന്നവനാണ്. നിനക്ക് ഇതൊക്കെ ഒരു നേരം പോക്കായിരിക്കാം. പക്ഷെ അവൾ ഈ ഗ്രാമത്തിൽ വളരേണ്ടവളാണ്. അവളുടെ അച്ഛൻ നാരായണൻ പണിക്കർ ആരാണെന്ന് നിനക്കറിയില്ലേ? ഈ ഗ്രാമത്തിലെ ഏറ്റവും വാശിയുള്ള മനുഷ്യൻ. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം അവളെ വീട്ടിൽ പൂട്ടിയിട്ടു എന്നാണ് കേൾക്കുന്നത്," മുത്തച്ഛൻ വേദനയോടെ പറഞ്ഞു. ആകാശിന്റെ നെഞ്ച് തകർന്നുപോയി. മീരയെ പൂട്ടിയിട്ടിരിക്കുന്നു. അവളിപ്പോൾ എന്ത് അനുഭവിക്കുന്നുണ്ടാകും? അവളുടെ കണ്ണുകളിലെ ആ പേടി അവൻ ഓർത്തു. "മുത്തച്ഛ, ഞാൻ അവളെ സ്നേഹിക്കുന്നു." "അത് തെറ്റാണോ?" ആകാശ് ചോദിച്ചു. "സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ സാഹചര്യം നോക്കാതെയുള്ള ഈ എടുത്തുചാട്ടം തെറ്റാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ നിന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തും. നിന്നെ തിരികെ നഗരത്തിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം." മുത്തച്ഛൻ തന്റെ മുറിയിലേക്ക് നടന്നു. ലക്ഷ്മിയമ്മ അടുക്കളയിൽ നിന്ന് ഈ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പതുക്കെ ആകാശിന്റെ അരികിലെത്തി. "കുട്ടി, നീ സങ്കടപ്പെടേണ്ട. പക്ഷേ മീരയുടെ വീട്ടിൽ വലിയ ബഹളമായിരുന്നു. അവളുടെ കരച്ചിൽ ഇപ്പുറത്ത് കേൾക്കാമായിരുന്നു. പണിക്കർ അവളെ അടിച്ചു എന്നാണ് പണിക്കാരൻ രാഘവൻ പറഞ്ഞത്." ആകാശിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ സൈക്കിളുമായി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്മിയമ്മ അവനെ തടഞ്ഞു. "ഇപ്പോൾ അങ്ങോട്ട് പോകരുത്. അത് കൂടുതൽ അപകടമുണ്ടാക്കും. അല്പം കാത്തിരിക്കൂ." വൈകുന്നേരമായപ്പോഴേക്കും ആകാശിന്റെ അച്ഛൻ രാഘവൻ നഗരത്തിൽ നിന്ന് തറവാട്ടിലെത്തി. തന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ മകന്റെ ഈ പ്രണയകഥ കേട്ടത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരുന്നു. "എന്താടാ ഇത്? നിന്നെ ഇവിടെ അയച്ചത് പരീക്ഷ കഴിഞ്ഞുള്ള വിശ്രമത്തിനല്ലേ? ഇതാണോ നീ ഇവിടെ ചെയ്യുന്നത്? ഒരു സാധാരണ നാട്ടുംപുറത്തെ പെൺകുട്ടിയുടെ പുറകെ നടന്ന് കുടുംബത്തിന്റെ പേര് കളയാനാണോ നിന്റെ ഭാവം?" അച്ഛന്റെ ശബ്ദം ഉമ്മറത്ത് പ്രതിധ്വനിച്ചു. "അവൾ സാധാരണ പെൺകുട്ടിയല്ല അച്ഛാ. എനിക്ക് അവളെ ഇഷ്ടമാണ്," ആകാശ് ധൈര്യം സംഭരിച്ച് പറഞ്ഞു. "ഇഷ്ടം? ഇതൊക്കെ വെറും പ്രായത്തിന്റെ ഓരോ തോന്നലുകളാണ്. നാളെ രാവിലെ നീ എന്റെ കൂടെ നഗരത്തിലേക്ക് വരുന്നു. മേലിൽ ഈ ഗ്രാമത്തിലേക്ക് നീ വരില്ല. നിന്റെ ഗിറ്റാറും പുസ്തകങ്ങളും ഒക്കെ എടുത്തു വെച്ചോ," അച്ഛൻ തീർത്തു പറഞ്ഞു. ആകാശ് തന്റെ മുറിയിലേക്ക് ഓട്ടി. അവൻ ജനാലയിലൂടെ മീരയുടെ വീടിന് നേരെ നോക്കി. അവിടെ ആ പഴയ തറവാട് ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. മീരയുടെ മുറിയിലെ ജനാലകൾ അടച്ചിട്ടിരിക്കുകയാണ്. മുറ്റത്ത് പണിക്കർ ഉലാത്തുന്നത് കാണാം. അവൻ തന്റെ ഡയറി തുറന്നു. താളുകളിൽ കണ്ണുനീർ വീണു. "മീരെ, നമ്മൾ വിതച്ച പ്രണയം ഇന്ന് കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നു. നിനക്ക് ലഭിച്ച ആ അടി എന്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. നമുക്ക് പരസ്പരം കാണാൻ പോലും കഴിയാത്ത വിധം ലോകം മതിലുകൾ പണിയുകയാണ്. പക്ഷെ മീരെ, ഈ കാർമേഘങ്ങൾ എന്നെങ്കിലും നീങ്ങും. അതുവരെ നീ എന്നെ വിശ്വസിക്കണം." രാത്രിയിൽ കാറ്റിൽ ഇലഞ്ഞിപ്പൂക്കളുടെ മണം മുറിയിലേക്ക് ഇരച്ചുകയറി. പക്ഷെ ഇന്ന് ആ ഗന്ധത്തിനൊരു വേദനയുണ്ടായിരുന്നു. ആ നിഷ്കളങ്കമായ പ്രണയത്തിനുമേൽ കുടുംബം എന്ന അധികാരത്തിന്റെ വലിയ നിഴൽ വീണുകഴിഞ്ഞിരുന്നു. ആകാശ് തന്റെ ബാഗുകൾ പാക്ക് ചെയ്തു. തന്റെ ഗിറ്റാറിലെ കമ്പികൾ പൊട്ടിയതുപോലെ അവന് തോന്നി. പ്രണയത്തിന്റെ ആ സ്വർണകാലം ഒരു കരിനിഴലിലേക്ക് മറയുകയായിരുന്നു. ആകാശ് ഉറങ്ങാതെ വെളുപ്പാൻ കാലം വരെ ജനാലയ്ക്കൽ ഇരുന്നു. മീരയുടെ വീട്ടിൽ നിന്ന് ഒരു വിളക്ക് കത്തുന്നത് കണ്ടപ്പോൾ അവൻ ആശ്വസിച്ചു. അവളും തന്നെ പോലെ ഉറങ്ങാതെ ഇരിക്കുകയാണ്. ആ പ്രഭാതം വിരിഞ്ഞത് പക്ഷികളുടെ പാട്ടോടെയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ശ്മശാന മൂകതയോടെയായിരുന്നു. മെയ് മാസത്തിലെ ആ വെയിൽ ഉമ്മറത്തെ തൂണുകളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ശ്രീനിലയം തറവാടിന് അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ആകാശ് തന്റെ ബാഗുകൾ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മുറിയുടെ ഓരോ മൂലയിലും
മീരയുമായി പങ്കുവച്ച നിശബ്ദമായ സംഭാഷണങ്ങളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ജനാലയ്ക്കൽ വെച്ചിരുന്ന ആ പഴയ റേഡിയോ പോലും ഇന്ന് മിണ്ടാതെയിരുന്നു. ആകാശേ, വണ്ടിയെത്തി, വേഗം ഇറങ്ങ്. അച്ഛൻ രാഘവന്റെ ശബ്ദം താഴെ നിന്ന് മുഴങ്ങി. അത് വെറുമൊരു വിളിയായിരുന്നില്ല, മറിച്ച് ഒരു വിധിയായിരുന്നു. ആകാശ് സാവധാനം പടികളിറങ്ങി താഴെയെത്തി. മുത്തച്ഛൻ മാധവൻ നായർ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുകയാണ്. തന്റെ കൊച്ചുമകന്റെ മുഖത്തേക്ക് നോക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമുള്ള ഈ ഗ്രാമത്തിൽ നിന്ന് ആകാശ് പടിയിറങ്ങുന്നത് അദ്ദേഹത്തെയും വേദനിപ്പിച്ചിരുന്നു. മുത്തച്ഛ, ഞാൻ പോകുന്നു. ആകാശ് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിച്ചു. മുത്തച്ഛൻ അവന്റെ തലയിൽ കൈവച്ചു. കാലം എല്ലാം മായ്ക്കും. നീ ചെന്ന് നന്നായി പഠിക്ക്. പ്രണയത്തേക്കാൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന ഒരു കാലം വരും. ആ വാക്കുകളിൽ ആശ്വാസത്തേക്കാൾ കൂടുതൽ ഒരുതരം നിസ്സഹായതയായിരുന്നു നിഴലിച്ചിരുന്നത്. ലക്ഷ്മി അമ്മ അടുക്കളവാതിക്കൽ നിന്ന് സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അവർ അവനു വേണ്ടി പൊതിഞ്ഞു നൽകിയ ഉണ്ണിയപ്പത്തിന്റെ പൊതി വാങ്ങുമ്പോൾ ആകാശിന്റെ തൊണ്ടയിടറി. അച്ഛന്റെ കാർ പടിപ്പുര കടന്നു പുറത്തേക്ക് നീങ്ങി. കാർ മീരയുടെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആകാശ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ പഴയ തറവാടിന്റെ പടിപ്പുര അടച്ചിട്ടിരിക്കുകയാണ്. മുറ്റത്തെ ഇലഞ്ഞിമരം കാറ്റിലാടുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിലെ ആ ചെറിയ ജനാലയുടെ പാളികൾ മെല്ലെ തുറക്കുന്നത് അവൻ കണ്ടു. അവിടെ മീര നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ദൂരെ നിന്ന് പോലും അവന് കാണാമായിരുന്നു. അവൾ തന്റെ കൈകൾ ജനൽ കമ്പികളിൽ മുറുക്കി പിടിച്ചിരുന്നു. കാർ കടന്നു പോകുമ്പോൾ അവൾ തന്റെ കൈപ്പത്തി മെല്ലെ ഉയർത്തി. അത് ഒരു യാത്രയയപ്പായിരുന്നില്ല, മറിച്ച് എന്നെ മറക്കരുത് എന്നുള്ള ഒരു രഹസ്യ നിലവിളിയായിരുന്നു. ആകാശ് ആ കാഴ്ചയിൽ തകർന്നുപോയി. പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. യാത്രയിലുടനീളം അച്ഛൻ മിണ്ടിയില്ല. കാറിന്റെ സ്പീക്കറിൽ നിന്ന് ഒഴുകി വന്ന പാട്ടുകൾക്ക് വിരഹത്തിന്റെ ഈണമായിരുന്നു. നഗരത്തിലേക്കുള്ള ദൂരം കുറയും തോറും തന്റെ ഹൃദയം ഗ്രാമത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണെന്ന് ആകാശ് തിരിച്ചറിഞ്ഞു. ആ കാലഘട്ടത്തിൽ ദൂരങ്ങൾ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്നത്തെ പോലെ വീഡിയോ കോളുകളോ ഇൻസ്റ്റന്റ് മെസ്സേജുകളോ ഇല്ല. ഒരു കത്ത് എത്തണമെങ്കിൽ പോലും ദിവസങ്ങൾ കാത്തിരിക്കണം. നഗരത്തിലെ തന്റെ ഫ്ളാറ്റിലെത്തിയപ്പോൾ ആകാശിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എയർ കണ്ടീഷൻ ചെയ്ത മുറികൾക്ക് ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമില്ലായിരുന്നു. രാത്രിയിൽ അവൻ തന്റെ ഡയറി തുറന്നു. ഇന്ന് ഞാൻ നിന്റെ ഗ്രാമത്തിൽ നിന്ന്, നിന്റെ ശ്വാസത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു മീരെ. കാറിന്റെ ജനാലയ്ക്കൽ നീ നിഴലായി നിന്ന ആ നിമിഷം എന്റെ ഉള്ളിൽ തറച്ചു നിൽക്കുന്നു. നിന്റെ അച്ഛൻ നിന്നെ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ടാകാം, പക്ഷേ എന്റെ ഹൃദയത്തിൽ നീ സ്വതന്ത്രയാണ്. നഗരത്തിലെ ഈ തിരക്കുകൾക്കിടയിൽ ഞാൻ നിന്റെ നിശബ്ദതയെ തിരയുന്നു. കത്തുകൾ വരുമോ മീരെ? ഈ ദൂരത്തെ മറികടക്കാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയുമോ? അതേസമയം ഗ്രാമത്തിൽ മീര തന്റെ മുറിയിൽ ഏകാന്തതയുമായി മല്ലിടുകയായിരുന്നു. അവളുടെ അച്ഛൻ നാരായണൻ പണിക്കർ അവളുടെ പുസ്തകങ്ങളും ഡയറിയും പിടിച്ചെടുത്തിരുന്നു. അവൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. അവളുടെ ലോകം ആ 4 ചുവരുകൾക്കുള്ളിലായി ചുരുങ്ങി. അവൾ ജനാലയ്ക്കിലിരുന്ന് ആകാശത്തേക്ക് നോക്കി. ആകാശ് ഇപ്പോൾ നഗരത്തിലെത്തിയിട്ടുണ്ടാകും. അവൻ തന്നെ മറക്കുമോ? നഗരത്തിലെ പുതിയ കാഴ്ചകൾക്കിടയിൽ തന്റെ ഈ ഗ്രാമീണ പ്രണയം അവനൊരു പഴയ കഥയായി മാറുമോ? രാത്രിയിൽ കാറ്റിൽ പുല്ലാങ്കുഴൽ നാദം കേട്ടില്ല. ആ സംഗീതം നിലച്ചിരുന്നു. ഗ്രാമത്തിലെ ആ പഴയ വായനശാലയും ഉത്സവപ്പറമ്പും ഇപ്പോൾ ആകാശിന്റെ ഓർമ്മകളിൽ ഒരു പുകമറ പോലെയായി. ഇനി വരാനിരിക്കുന്നത് കാത്തിരിപ്പിന്റെ നീണ്ട നാളുകളാണെന്ന് ആകാശിന്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ തന്റെ പഴയ ഗിറ്റാറിലെ കമ്പികൾ പതുക്കെ മീട്ടി. അതിൽ നിന്ന് പുറപ്പെട്ടത് ഒരു വിരഹരാഗമായിരുന്നു. 2000കളിലെ ആ പ്രണയകഥയിൽ ദൂരം ഒരു വില്ലനായി അവതരിച്ചിരിക്കുന്നു. പക്ഷേ ആ കത്തുകൾ, അവ വരാനിരിക്കുന്നതേയുള്ളൂ. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.